അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ ടൂറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇറങ്ങി. പിന്നെ നവാബാണ് നമ്മളെ കൊണ്ടുവിടുന്നത്. നവാബ്, അതെ അതെ, ഫസ്റ്റ് നവാബ് നമ്മളെ പിന്നെ രതീഷിന്റെ വീട്ടിൽ കൊണ്ടുവിടും. അവിടുന്ന് പിന്നെ രൂപിതിനെ അവിടുന്ന് എടുക്കും അല്ലേ? രൂപിതിനെ അവിടുന്ന് എടുക്കും. അപ്പം പിന്നെ ജയൻ അങ്ങോട്ട് വരും. അങ്ങനെ അതിനുശേഷം നമ്മൾ നാരായണനെ എടുത്തിട്ട് പിന്നെ നമ്മൾ പിന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടും. അപ്പം ജസ്റ്റ് ഇവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഇപ്പൊ നമ്മളെ നാരായണെത്തി. നാരായണ ലോഡിങ് നവാബാന്ന് ലോഡിങ്ങിന് പരിപാടിയൊക്കെ. ഇന്ന് നവാബ് നമ്മളെ കൊണ്ടൊന്നും കെട്ടടിപ്പിക്കുന്നില്ല. കാരണം നവാബ് പറഞ്ഞ് ഞാൻ തന്നെ നോക്കിക്കോളാന്ന് പറയുന്നുണ്ട് കേട്ടാ. അതുകൊണ്ട് ഫുള്ള് നവാബാണ് എടുക്കുന്നത്. അപ്പൊ നാരായണൻ കേറുന്നുണ്ട്. ഇട മുമ്പില് അറുപതിരിക്കുന്ന ആണെന്നില്ല നീ. നാരായണൻ കയറി. ആളെ കണ്ടിട്ട് ഞെട്ടിപ്പോയി. രൂപിത് കണ്ടതേ ക്ഷീണായി. അപ്പൊ ഇറങ്ങാം അല്ലേ? ഇനി അടുത്ത് ഓരോന്നായിട്ട് അവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പൊ മോനോട്ടും കൂടി ഇതിൽ കയറിയിട്ടുണ്ട്. മോനോട്ടും കൂടി ഇതിൽ കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ നേരെ ജയന്റെ അടുത്തേക്ക് പോയത്. ജയന്റെ അടുത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. നേരെ പോകുന്നത്. അപ്പൊ നമ്മള് നേരെ രതീഷിന്റെ ഫ്ലാറ്റിലേക്ക് പോയത്. രതീഷിനെ കൂട്ടാൻ വേണ്ടി പോയത്. പോയിക്കൊണ്ടിരിക്കുകയാണ്. രതീഷ് നമ്മളതിൽ കാത്തു നിൽക്കുന്നുണ്ട്. രതീഷ് നമ്മളതിൽ കാത്തു നിൽക്കുന്ന ആളാണ്. ഓക്കെ, ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ പോക്ക്. ഇങ്ങനെ നമ്മള് രതീഷിന്റെ വീട്ടിലെത്തി. ജയ്ശാല കട്ടിക്കൊണ്ടിട്ടത് മോനാട്ടനുണ്ട്. നമ്മൾ നേരെ ടെർമിനൽ 1ലേക്കാണ് പോകുന്നത്. ടെർമിനൽ 1 നിന്നാണ് ഫ്ലൈറ്റ് നേരെ ഡൽഹിയിൽ നിന്നാണ് ശ്രീനഗറിലേക്ക് പോവുക. അപ്പം നവാബിൻ്റെ കത്തി കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് നവാബ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. എയർപോർട്ടിലെത്തി. അങ്ങനെ ദുബായ് ടെർമിനൽ 1ലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മളെ ഇറക്കിയിട്ട് നവാബ് പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മളിപ്പോ ഇറങ്ങുകയാണ്. രാവിലെ ഡൽഹി എയർപോർട്ടിലെത്തിയിട്ട് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചസാര തൈര് തന്നു. അങ്ങനെ ചായ, കോഫി കഴിക്കുന്നു. കോഫി അല്ലേ? കോഫി അല്ലേ ഇത്? എല്ലാവരും ഇങ്ങനെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നു. കോഫി കുടിച്ചിട്ട് നമ്മളിപ്പം ഇങ്ങനെ ഈ പിന്നെ എവിടെയാണ് ഡൽഹിയിലെത്തി. ഡൽഹി മാറി. അപ്പം രതീഷ് ഭായി ഇങ്ങനെ നെറ്റ് കിട്ടുന്നുണ്ടല്ലോ നോക്കുന്നുണ്ട്. രൂപിത ഇവിടെയുണ്ട്. രൂപിതവും കാര്യങ്ങളൊക്കെ ഓരോന്നോരോ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കാത്തിരുന്ന ആൾക്കാരൊക്കെ എത്തി. ഇനി ഒരാൾ മാത്രമേ ബാക്കിയുള്ളത് വരാൻ വേണ്ടിട്ട് മാത്രമേ ഉള്ളൂ. അതെയാ? അതെയാ? നന്ദു
നന്ദു ആ ഓക്കെ. അപ്പം നമ്മൾ എത്തിയിരിക്കുന്നതാണ്. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് രണ്ടുപേര് വരാനുണ്ട്, 3 പേര്. അപ്പം അതും വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നു. ശ്രീനഗർ എയർപോർട്ടിന്റെ പുറത്തെത്തി. മൈനസ് ഡിഗ്രിയാണ്. അങ്ങനെ നമ്മൾ ശ്രീനഗറിലെത്തിയാണ്. നല്ല മൈനസാണ് പോകുന്നത്. ഓക്കെ, അപ്പം സുഖമായിട്ട് എത്തി അല്ലേ? ഇത് നമ്മുടെ ക്യാപ്റ്റൻ മോഹൻജിയിൽ ഇങ്ങനെ കുളിരി കൊണ്ടിരിക്കുന്നു. ഇതാ കാർഡ് മേടിക്കണ്ടേ? ഒന്ന് കാർഡ് മതി. हाँ वैलेश भाई कुछ बात करो. ನಾವು ಶ್ರೀನಗರ ಬಂದಿದ್ದೇವೆ ಗೆಳೆಯರೊಂದಿಗೆ. ആര് പറഞ്ഞാലും സഹിക്കും. മോനോട് പറയാത്ത ഇവിടുത്തെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ -3 നമ്മുടെ ഡ്രൈവർ ഇതുവരെ എത്തിയിട്ടില്ല. ഡ്രൈവറെയും കാത്ത് നമ്മൾ ഇറങ്ങിക്കുകയാണ്. സെൽഫി എടുക്കാം, ഒരു മിനിറ്റ്. ഇത് ഓഫ് ചെയ്യട്ടെ. ഈ ഗ്ലൗസ് ഇട്ടിട്ട് ഇതാ നമ്മളെ വണ്ടി. എന്താ നാരായണ भाई वो एक सीट कितना सीट का है? सर വണ്ടി Daya. ഇത് ശരിക്കും ചില ഉള്ള വീഡിയോ വെച്ചിട്ട് ഇങ്ങനെ പിന്നെ ചെയ്യുന്നതാണ്. അത് ശരിക്കും ഓർഡറിലൊന്നും അല്ല, എല്ലാം ഉള്ള വീഡിയോയും ഓഡിയോയും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ്. ഓക്കെ, ഓൺ ദി വേയിലുള്ള കാഴ്ചകൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു.
അപ്പോൾ കാര്യം നമ്മുടെ കൂടെയുള്ള മോഹൻലാലിന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആൾ ഇവിടെ കുറേ നാൾ ഒരു എക്സ് സർവീസ് മാനാണ്. അപ്പം ഒരുപാട് ആൾ വർക്ക് ചെയ്ത സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ആളുടെ ഒരു എക്സ്പ്ലനേഷനിൽ കൂടിയായിരുന്നു ഈ യാത്ര മുഴുവൻ കണ്ടത്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ടോക്സ് ഉണ്ട്, ഇതിനകത്ത് ഇടാൻ വേണ്ടി പറ്റാത്തതുണ്ട്. ഇത്ര മാത്രമേ ഇതിനകത്ത് ഇടുന്നുള്ളൂ. ഒരുപാടുണ്ട്. ഒരു കാഴ്ച പോലും നമുക്ക് അത് ഒഴിവാക്കണമെന്ന് തോന്നില്ല. അത്ര നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു. വീടുകളൊക്കെ ഒരു തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ ടൈപ്പുള്ള വീടുകൾ, കാര്യങ്ങൾ ഒക്കെ ഭയങ്കര ഒരു നല്ല നല്ല കാഴ്ചകളായിരുന്നു. നേരെ ഹോട്ടൽ റൂമിലെത്തിയ ശേഷം ഈ വൈകുന്നേരം ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസാണിത്. അങ്ങനെ അവിടെ പോയിട്ടൊരു ഗംഭീര വീഴ്ച വീണിരുന്നു. കണ്ടാ അപ്പോൾ ഇതാണ് നമ്മൾ ഹോട്ടൽ
പ്യുവറായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നൊരു ഷോപ്പാണ്. എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുറച്ച് ടൈം എടുത്തു. ഇതൊരു ആപ്പിൾ തോട്ടമാണ്. പക്ഷേ സീസൺ അല്ലാത്തതുകൊണ്ട് ആപ്പിളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് തോട്ടം കണ്ടു മടങ്ങി.